ഹലോ, നമുക്ക് പെസഹാപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോ അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുക്കണം അരിപ്പൊടി കേട്ടോ. പിന്നെ തേങ്ങ 1 കിലോയ്ക്ക് 3 തേങ്ങ എന്നുള്ളതാണ് കണക്ക്. ഞാനിവിടെ ഒരു 5 തേങ്ങ എടുത്തിട്ടുണ്ട് 1.5 കിലോ അരി ഉള്ളതുകൊണ്ട്. പിന്നെ ഉഴുന്ന് നമ്മൾ കുതിർത്ത് രാവിലെ തന്നെ കുതിർക്കാൻ വെക്കണം. ഒരു 2 കപ്പ് ഉഴുന്ന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കുതിർത്തത് ഒരു ജാറിലേക്ക് എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു പിടി വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളിയാണ് ഒരു 5-6 ചുമന്നുള്ളി, ജീരകം 2 ടേബിൾ സ്പൂൺ. ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളിയും ചുമന്നുള്ളി അധികം വേണ്ട, പക്ഷേ വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇച്ചിരി ഏറെ എടുക്കണം കേട്ടോ. അതായി പെസഹാപ്പത്തിൻ്റെ ഒരു മണവും ടേസ്റ്റും രുചിയൊക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. അതേ ജാറിനകത്ത് തന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചത് ഒരു 5 തേങ്ങ, അതും നന്നായിട്ട് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല വാട്ടിയെടുക്കണം. നമ്മൾ ഇലയ്ക്കകത്താണ് പെസഹാപ്പം ഉണ്ടാക്കുന്നത്. ഇല നന്നായിട്ട് വാട്ടിയെടുക്കണം. അല്ല നമ്മൾ പെസഹാപ്പം പൊതിയുമ്പോൾ മടക്കുമ്പോൾ ഇല പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇല നമ്മൾ വാട്ടിയെടുത്തു. പിന്നെ ഈ എല്ലാ സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെക്കണം. കാരണം ഒന്നിച്ചെടുത്തിട്ട് കുഴച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, അയവ് കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വറുത്തത് ഇതെല്ലാം മാറ്റി നമ്മൾ സെപ്പറേറ്റ് വെക്കണം. പിന്നെ ഈ കോട്ടയം സൈഡിലൊക്കെ പെസഹാപ്പം കൈകൊണ്ട് പരത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുഴച്ച് പ്ലേറ്റിനകത്തോട്ട് ഒഴിക്കുമല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വലിയ ചെരുവ് എടുത്തു, നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പത്തിന്. അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച ഉഴുന്നിൻ്റെ അരപ്പും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ചാൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാകും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവത്തില്ല. അതുകൊണ്ട് പിന്നെ കുറേശ്ശെ തേങ്ങ, അരിപ്പൊടി, ഉഴുന്നരച്ചത് ഇതെല്ലാം കൂടെ കൂട്ടി ചെറുതായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ഇപ്പം ഭയങ്കര കട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പക്ഷേ എനിക്കിവിടെ വെള്ളം ചേർക്കേണ്ടി വന്നില്ല. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയേ വരാവുള്ളൂ. നമ്മൾ കുഴച്ച് വച്ചേക്കുന്നത് ഈ നമ്മൾ അടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫോം വരത്തില്ലേ, അങ്ങനെ വരാവുള്ളൂ. എന്നിട്ട് ഇലയിൽ കൈ നനച്ചിട്ട് പതുക്കെ ഇങ്ങനെ വട്ടത്തിൽ പരത്തിയെടുക്കുക ചെയ്യുന്നത്. കട്ടി കുറച്ച്, ഒത്തിരി കട്ടി പാടില്ല. കാരണം അത് അകം പിന്നെ അല്ലെ പെസഹാപ്പത്തിൻ്റെ വേഗത്തില്ല. അപ്പോൾ കട്ടി കുറച്ച് ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോലയും കഴുകി തുടച്ച് മുറിച്ചിങ്ങനെ കുരിശ് പോലെ വെച്ചിട്ട് പെസഹാപ്പം, ഇത് കുരിശപ്പം എന്ന് പറയും, കുരിശ് വെക്കുന്ന അപ്പം. എന്നിട്ട് ഇല മടക്കി നമ്മൾ ആവി കയറ്റി എടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ കുരിശപ്പം എങ്ങനെയാണ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ ഇലക്കകത്തായതുകൊണ്ട് കുരിശപ്പം ഏതാ, പെസഹാപ്പം, ഇൻട്രിയപ്പം, മറ്റേ അപ്പത്തിന് നമ്മൾ ഇൻട്രിയപ്പം എന്നാണ് പറയുന്നത്. ഇൻട്രിയപ്പം ഏതാണെന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുരിശ് വെച്ച് കെട്ടിയതിൽ ഇലയും കൂടെ വെച്ച് ഇലയുടെ നാരും കൂടെ വെച്ച്, വാഴയിലയും കൂടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കുരിശപ്പം ഏതാണെന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്പം, കുരിശ് വെക്കാത്ത ഉണ്ടാകുന്ന അപ്പത്തിന് ഇൻട്രിയപ്പം എന്ന് പറയും. ഇതേപോലെ തന്നെ കട്ടി കുറച്ച് കൈ നനച്ച് കൊടുത്ത് പരത്തി വട്ടത്തിൽ പരത്തി നമ്മൾ ഇലയ്ക്കകത്ത് മടക്കി അപ്പച്ചെമ്പയിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല വേവുണ്ട് ഈ സാധനത്തിന്, ഉഴുന്നൊക്കെ ചേർത്തത് കൊണ്ട്. എന്നിട്ട് നന്നായിട്ട് ആവി കയറ്റി നമ്മളെടുക്കുക. ഉഴുന്നൊക്കെ ഇതെല്ലാം അപ്പം തന്നെ അന്നേരം തന്നെ കുഴച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് പുളിക്കരുതല്ലോ, പുളിപ്പില്ലാത്ത അപ്പമല്ലേ പെസഹാപ്പം എന്ന് പറയുന്നത്. എന്നിട്ട് ആവി കയറ്റി അപ്പച്ചമ്പയിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റി. ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കുഴയ്ക്കുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥന്മാരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വൈകുന്നേരം പിന്നെ അപ്പം മുറിക്കാൻ നേരം ആദ്യം നമ്മൾ കുരിശപ്പം ഇതുപോലെ എടുത്ത് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പെസഹാപ്പം ഉണ്ടാക്കുന്നത്. ഉപ്പാണെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് ചേർത്തിട്ടുണ്ട് ഇവിടെ കുഴയ്ക്കാൻ നേരം. അപ്പോൾ നിങ്ങൾക്ക് പെസഹാപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.